മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ യൂട്യൂബ് പരമ്പരയിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 119 എപ്പിസോഡിൽ ബ്രയോണിയ എന്ന അധ്യായത്തിൻ്റെ 5-ാം ഭാഗമാണ് പരിശോധിക്കുന്നത്. ഇവിടെ കെൻ്റ് ഔഷധത്തിൻ്റെ തലയുമായി ബന്ധപ്പെട്ട തലവേദന, അതിൻ്റെ സവിശേഷതകൾ ഒക്കെയാണ് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത്. നമുക്ക് അതേക്കുറിച്ച് മനസ്സിലാക്കാം. ബ്രയോണിയ ഹാസ് ഡിസീനസ്. ദ ഡിസീനസ് ഈസ് വേഴ്സ് ഇൻ എ വാം റൂം. ഒരു തലക്കായൊരു മാന്ദ്യം ബാധിച്ച ഒരു തലകറക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഒരു അവസ്ഥ, അത് ചൂടുള്ള മുറിയിൽ അത് വർദ്ധിക്കും. നമ്മൾ നേരത്തെ കണ്ടു, ചൂടുള്ള മുറിയിൽ ബ്രയോണിയുടെ പല പ്രശ്നങ്ങളും വർദ്ധിക്കുന്നുണ്ട്. തലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് ചൂടുള്ള മുറിയിലുള്ള വർധനവ് വളരെ വിശേഷപ്പെട്ട തരത്തിലാണ്. അത് ഏതാണ്ട് സുനിശ്ചിതമാണത്. യു വിൽ നോട്ടീസ് ആസ് ഐ ഗോ ത്രൂ ദാറ്റ് ഇൻ എവറിത്തിങ് ഓഫ് എ നെർവസ് നേച്ചർ, നെർവസ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് കോമൺലി ദ ബോഡിലി സ്റ്റേറ്റ്, ദ പേഷ്യൻ്റ് ഈസ് വേഴ്സ് ഫ്രം എ വാം റൂം, വേഴ്സ് ഫ്രം ടു മച്ച് ക്ലോത്തിങ്, വേഴ്സ് ഫ്രം ദ വാംത്ത് ഓഫ് ദ ബെഡ്, വാണ്ട്സ് ദ വിൻഡോസ് ഓപ്പൺ, വാണ്ട്സ് ടു ബ്രീത്ത് ഫ്രഷ് കൂൾ എയർ. ശാരീരികമായ പ്രശ്നങ്ങളും മാനസികമായ പ്രശ്നങ്ങളും ഇമോഷണലായിട്ടുള്ള അവസ്ഥകളും എല്ലാം വാം റൂമിൽ, അടച്ചിട്ട ചൂടുള്ള മുറിയിൽ വർദ്ധിക്കുന്നൊരവസ്ഥയാണ്. ഓപ്പൺ എയറിൽ അമീലറേഷൻ ഉണ്ട്. അത് വളരെ ബ്രയോണിയുടെ കാര്യത്തിൽ വളരെ മാർഗ്ഡാണ്. രോഗിക്ക് വളരെ തുറന്ന ഫ്രഷ് എയർ, തണുത്ത ഫ്രഷ് എയർ ശ്വസിക്കാനുള്ള ശക്തമായിട്ടുള്ള അഭിനിവേശം ഉണ്ടാകും. ചൂടുള്ള മുറിയിൽ കൂടുതൽ വസ്ത്രങ്ങൾ, കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഒക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. ഹി സഫേഴ്സ് മോർ ദാൻ ഓർഡിനറി പേഴ്സൺസ് ഫ്രം എ സ്റ്റഫി റൂം. സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്നതിനൊക്കെ കൂടുതൽ പ്രയാസം അടച്ചുപൂട്ടിയ മുറിയിൽ ഒരു ബ്രയോണി പേഷ്യൻ്റ് ഉണ്ടാവും. സാധാരണ ആളുകൾ, ആരോഗ്യവാന്മാർ, അടച്ചുപൂട്ട മുറിയിൽ കുറേ നേരം കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും. പക്ഷേ ഒരു ബ്രയോണി പേഷ്യനെ സംബന്ധിച്ചോളം വളരെ കുറഞ്ഞ നേരം ചിലവഴിക്കുന്നത് പോലും വളരെ പ്രയാസകരമായിരിക്കും. Persons who are subject to bryonia conditions suffer from church, at the opera, in the closed warm rooms like ലൈക്കോപോഡിയം. ലൈക്കോപോഡിയത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ കണ്ടാണ്, അടച്ചിട്ട മുറിയിലെ പ്രശ്നങ്ങൾ. ഈ തിയേറ്റർ, ചർച്ച് എന്നൊക്കെ പറയുന്ന ഒരു കെട്ടിടത്തിൻ്റെ അകത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഒരു ചർച്ച് അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞാൽ 1 മണിക്കൂറൊക്കെ ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ അപ്പോഴും അത്രയും ആളുകളുടെ നിശ്വാസവായു പുറത്തു വന്ന് ആകെ വീർപ്പുകൊണ്ടൊരു അന്തരീക്ഷമാവും. ആ അന്തരീക്ഷത്തിൽ ബ്രയോണിയ പേഷ്യൻറ്റിന് വലിയ പ്രയാസമാണ്. നമ്മൾ ലൈക്കോപോഡിയത്തിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഗ്നേഷ്യയുടെ സ്വഭാവം കൂടി സാന്ദർഭികമായിട്ട് കെൻ്റ് പറയുകയാണ്. ഗേൾസ് ദാറ്റ് ഫെയിൻറ്റ് എവറി ടൈം ദേ ഗോ ടു ചർച്ച് ആർ റിലീവ്ഡ് ബൈ ഇഗ്നേഷ്യ. ഓരോ തവണയും പള്ളിയിൽ പോകുമ്പോൾ ബോധക്ഷയം ഉണ്ടാകുന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇഗ്നേഷ്യ വളരെ സവിശേഷമാണ്. ഇത് ഞാൻ ഇതൊക്കെ വായിച്ചു തുടങ്ങിയ സമയത്ത് ഹരിപ്പാടിനടുത്ത് താമസിക്കുമ്പോൾ ഒരു മാർത്തോമ പുരോഹിതൻ എൻ്റെ അയൽവക്കത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 മക്കളാണ്. മൂത്ത 2 പെൺകുട്ടികളും ഇളയ ആൺകുട്ടിയും. അപ്പോൾ ഞാൻ ഈ പുസ്തകമൊക്കെ വായിക്കുന്നത്, ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ടപ്പോൾ കെൻ്റിൻ്റെ ലെക്ചേഴ്സ് ഉണ്ട്. ഈ പുരോഹിതൻ ഒഴിവ് സമയം കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു മകളുടെ ഒരു പ്രയാസം പറഞ്ഞു. പള്ളിയിൽ ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് പോകുക അവർക്ക് നിർബന്ധമാണ്. ചെറിയൊരു പള്ളിയാണ്. അതിൻ്റെ അകത്ത് അത്യാവശ്യം നിറച്ച ആളുമുണ്ട്. ഈ കുട്ടിക്ക് വലിയ പ്രയാസം വരും. അപ്പോൾ ഈ കുട്ടി പുറത്തായിരിക്കും. പുരോഹിതൻ്റെ മകൾ പുറത്തിരിക്കുന്നത് അവിടെ ആളുകളുടെ ഇടയിൽ ഒരു സംസാര വിഷയമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കതിനൊക്കെ മരുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ കരുനാഗപ്പള്ളിയിൽ എനിക്ക് പരിചയമുള്ള എന്നൊരു സീനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു. എനിക്കറിയാവുന്ന സിംറ്റംസൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇഗ്നേഷ്യ കേസ് തന്നെയാണ് കുട്ടിയുടെ. ഒരു ഡോസ് ഇഗ്നേഷ്യ കൊടുത്തു. പിന്നീട് കുറച്ച് ആവർത്തിക്കേണ്ടി വന്നു തോന്നുന്നു. കുറേ കാലം മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയിലുണ്ട്. ഏതായാലും ആ കുട്ടിക്ക് പിന്നീട് ഈ പള്ളിയിൽ പോകുമ്പോൾ ബോധക്ഷയം വരിക എന്ന് പറയുന്ന അവസ്ഥ അത് മാറിപ്പോയി. We commence now with the study of the head.
The head complaints may be looked upon as striking features of the remedy because there is pain in the head with almost every acute complaint. ബ്രയോണിൻ്റെ കാര്യത്തിൽ ഹെഡ് സിംറ്റംസിനൊരു പ്രാധാന്യമുണ്ട്. കാരണം ഏത് അക്യൂട്ട് സിംറ്റം ആയാലും ശരി, മറ്റേത് അവയവങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏത് അക്യൂട്ട് സിംറ്റം ആയാലും ശരി, മിക്കവാറും ആ പേഷ്യൻ്റെ തലയുമായിട്ട് ബന്ധപ്പെട്ടും തലവേദന പോലുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു പ്രാധാന്യം ബ്രയോണിൻ്റെ കാര്യത്തിൽ ഹെഡ് സിംറ്റംസിനുണ്ട്. ഹെഡേക്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഇൻഫ്ലമേറ്ററി ആൻഡ് കഞ്ചസ്റ്റീവ് കംപ്ലയിൻസ്. ഇൻഫ്ലമേറ്ററി കണ്ടീഷനും കഞ്ചസ്റ്റീവ് കംപ്ലയിൻസിനും ഹെഡേക്സ് ഉണ്ട്. The mental dullness and confusion of the mind is spoken of with the congestive headache and bursting headache. കഞ്ചസ്റ്റീവ് ഹെഡേക്കായിട്ട് ബന്ധപ്പെട്ട് മനസ്സിൽ ആയ ഒരു ആശയക്കുഴപ്പമുണ്ട്. വല്ലാതെ ബേഴ്സ്റ്റിങ്, പൊട്ടിത്തെറിച്ച് പോകുന്ന തരത്തിലുള്ള തലവേദനയാണ്. The head feels so full, she wants to press it with the hand or tie it up. Tight pressure over the whole skull is grateful. അപ്പോൾ ഈ തലവേദന വരുമ്പോൾ തലയാകെ വിങ്ങി നിറഞ്ഞ പോലുള്ള ഫീലിംഗ് വന്നിട്ട് അതിങ്ങനെ അമർത്തുമ്പോൾ, തലയോട്ടിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാൻഡ് കൊണ്ടോ ഒക്കെ അമർത്തുമ്പോൾ റിലീഫ് ഉണ്ടാകുന്നൊരു ഫീലിംഗ് കൂടി ബ്രയോണിൻ്റെ ഹെഡ് സിംറ്റംസിനുണ്ട്. ദ ഹെഡേക്സ് ആർ വേഴ്സ് ഇൻ എ വാം റൂം ആൻഡ് കോമൺലി വേഴ്സ് ഫ്രം ഹീറ്റ്. പൊതുവായിട്ടുള്ള അവസ്ഥ ചൂടുള്ള മുറിയിൽ ചൂടിൽ നിന്നൊക്കെ ഹെഡ് സിംറ്റംസ് വർദ്ധിക്കുന്നത്. സംടൈംസ് സൂപ്പർഫിഷ്യൽ ന്യൂറാൾജിയാസ് ഹാവ് റിലീഫ് ഫ്രം ലോക്കൽ ഹീറ്റ്. ഒരു എക്സെപ്ഷനാണ് തലയുടെ പുറമേ ഉള്ള ന്യൂറാൾജിക് പെയിൻസിന് ചൂട് കൊടുക്കുമ്പോൾ ഒരു റിലീഫ് ഉണ്ടായേക്കാം. പക്ഷേ ജനറലി ചൂടുകൊണ്ട് വർധനമുള്ളത്. ബട്ട് എ വാം റൂം ഓർ എ ക്ലോസ് റൂം ഈസ് വെരി ഡിസ്ട്രസിങ് ടു ദ ബ്രയോണിയ ഹെഡേക്ക്. പക്ഷെ പൊതുവെ അടച്ചിട്ട മുറി, ചൂടുള്ള മുറി ബ്രയോണിയ തലവേദനകൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. Headaches as if the skull would split open. The pains are worse from every motion, even the winking motion of the eyes. കണ്ണ് ചിമ്മുന്നത് കൊണ്ടുള്ള ചലനം കൊണ്ട് പോലും ഹെഡേക്ക് വർദ്ധിക്കും. അതും ബ്രയോണിൻ്റെ ഒരു ജനറൽ കണ്ടീഷനാണ്. ചെറിയ ചലനങ്ങൾ പോലും, കണ്ണിൻ്റെ ഇമചിമ്മൽ പോലും ഉണ്ടാകും. തലയോട്ടി ഇങ്ങനെ നിറഞ്ഞിട്ട് അതിങ്ങനെ വിണ്ട് കീറി തുറന്നു പോകുമെന്ന് തോന്നുന്ന തരത്തിലുള്ള അത്രയ്ക്ക് ശക്തമായിട്ട് വേദന. The pains are worse from every motion, even the winking of the motion necessary to talking and the effort of thinking. കണ്ടോ, സംസാരിക്കുമ്പോഴുള്ള ചലനം, ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രയത്നം, അതെല്ലാം. സോ ദാറ്റ് ഓൾ എക്സേർഷൻ ഓഫ് ബോഡി ഓർ മൈൻഡ് ബിക്കംസ് ഇമ്പോസിബിൾ വിത്ത് ദ സിവിയർ ഹെഡേക്ക്. അപ്പോൾ കടുത്തൊരു തലവേദന വരുമ്പോൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ചിന്തിക്കാവുന്ന പോലുള്ള എഫർട്ട് പോലും രോഗിക്ക് വളരെയധികം അസഹനീയമായിരിക്കും. നിസ്സാര ചലനങ്ങൾ പോലും, പേശികളുടെ ചെറിയ ചലനങ്ങൾ പോലും, കൺജു ചിമ്മൽ, ചുണ്ടിൻ്റെ അനക്കം ഒക്കെ രോഗിയുടെ ഹെഡേക്ക് വർദ്ധിപ്പിക്കുന്നു. മസ്റ്റ് കീപ് പെർഫെക്റ്റ്ലി ക്വയറ്റ്. പൂർണ്ണമായിട്ടും നിശബ്ദമായിട്ടും ഒട്ടും ചലിക്കാതെയും നിശ്ചലമായിട്ടിരിക്കണം. സംടൈംസ് ലൈയിങ് ഡൗൺ ആൻഡ് കീപ്പിംഗ് പെർഫെക്റ്റ്ലി ക്വയറ്റ് ഇൻ എ ഡാർക്ക് റൂം വിൽ ഗീവ് സം റിലീഫ്. അപ്പോൾ നിശബ്ദമായിരിക്കുക മാത്രമല്ല, ശാന്തമായിരിക്കുക മാത്രമല്ല, ഇരുട്ടുള്ള സ്ഥലത്ത്, പ്രകാശമില്ലാത്തുള്ള സ്ഥലത്ത് പ്രകാശത്തോടുള്ള സെൻസിറ്റിവിറ്റി കൂടി ബ്രയോണിയയിലുണ്ട്. ദ ഹെഡേക്സ് ഓഫ് ബ്രയോണിയ ആർ വെരി കോമൺലി ദ ഫോർറണ്ണർ ഓഫ് അതർ കംപ്ലയിൻസ്, കഞ്ചഷൻ ഓഫ് ദ ലങ്സ്, ബ്രോങ്കൈറ്റീസ് ഓർ കഞ്ചഷൻ ഓഫ് സം അതർ പാർട്ട് ഓഫ് ദ ബോഡി. നേരത്തെ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും ശരീരഭാഗത്ത് വരുന്ന കഞ്ചഷന് മുന്നോടിയായിട്ട് തലവേദന ബ്രയോണിയിൽ വരാം. അത് ലങ്സുമായിട്ടായി ബന്ധപ്പെട്ടായിരിക്കാം, മറ്റേതെങ്കിലും ഭാഗത്താകാം, ബ്രോങ്കൈറ്റിസ് ആകാം. ഹീറ്റ് വേക്സ് ഇൻ ദ മോർണിംഗ് വിത്ത് ഹെഡേക്ക്. രാവിലെ തലവേദനയായിട്ട് ആണ് എഴുന്നേറ്റ് വരുന്നത്. ഇഫ് ഇറ്റ് ബി കൊറൈസ ദാറ്റ് ഈസ് കമ്മിങ് ഓൺ, ഹി ഹാസ് ദ ഹെഡേക്ക് ഇൻ മോർണിംഗ് ആൻഡ് ത്രൂ ദ ഡേ ഹി കമൻസസ് ടു സ്നീസ് ഓർ. അപ്പോൾ ഒരു കൊറൈസ, ഒരു ജലദോഷവും തുമ്മലൊക്കെയാണ് വരുന്നതിന് പോലും രാവിലെ തലവേദനയായിട്ട് എഴുന്നേക്കും, പിന്നീട് അയാൾ തുമ്മാൻ തുടങ്ങും. Before the symptoms develop, he wakes up in the morning with this congestive headache over the eyes or in the back of the head or both. അപ്പോൾ കണ്ണിൻ്റെ മേലിൽ അല്ലെങ്കിൽ തലയുടെ പുറകിലൊക്കെ ഉള്ള കഞ്ചസ്റ്റീവ് ഹെഡേക്കുമായിട്ടാണ് രാവിലെ അയാളുടെ ദിവസം തുടങ്ങുന്നത് തന്നെ. ഇറ്റ് സീംസ് ആസ് ദ ഹെഡ് വുഡ് ബേഴ്സ്റ്റ്. തല ഇങ്ങനെ പൊട്ടിച്ചെതറുമെന്ന് പോകുന്ന തരത്തിലുള്ള വേദനയാണ്. ബെറ്റർ ഫ്രം പ്രഷർ ഫ്രം ദ വാംത്ത് ഓഫ് ദ റൂം
ബെറ്റർ ഫ്രം പ്രഷർ, വേഴ്സ് ഫ്രം ദ വാംത് ഓഫ് ദ റൂം ആൻഡ് വേഴ്സ് ഫ്രം എവരി മോഷൻ. അപ്പോൾ പ്രഷർ കൊണ്ട് തല ചുറ്റിക്കെട്ടുന്നതുകൊണ്ടോ തല കൈ കൊണ്ട് അമർത്തുന്നതുകൊണ്ടോ റിലീഫുണ്ട്. ചെറിയ ചലനം കൊണ്ട് മുറിയിലെ ചൂട് കൊണ്ടൊക്കെ വർധനവുണ്ട്. അതാണ് ഹെഡ് ഏക്കിൻ്റെ ഒരു പൊതു സ്വഭാവം. ഹി റിയലൈസസ് ഇറ്റ് ഓൺ വേക്കിംഗ് അപ്പോൾ മൂവിങ് ദ ഐസ് വിത്ത് സോർനെസ് ഇൻ ദ ഐബാൾസ് വിത്ത് ബ്രൂയിസ് ഫീലിങ്സ് ഓൾ ഓവർ. നേരം വിളിക്കുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവും. കണ്ണ് ചിമ്മാൻ തുടങ്ങും. കണ്ണ് ചിമ്മി തുടങ്ങുമ്പോൾ തന്നെ കണ്ണിൻ്റെ നേത്രഗോളങ്ങളുടെ മേലെ തന്നെ ഒരു സോർനെസ് അയാൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. ശരീരം മുഴുവൻ ഒരു ബ്രൂയിസ്ഡ്, ഒരു തല്ലിച്ചതച്ചതുപോലത്തെ ഒരു ഫീല്. ദ മോഷൻ ഓഫ് ദ ആംസ്, ഡൂയിങ് വർക്ക് വിത്ത് ദ ആംസ് ആസ് ഇൻ വേരിയസ് കൈൻഡ്സ് ഓഫ് ബിസിനസ് that are carried on with the use of arms in the hands is generally accompanied by complaints of upper part of the body and especially of the bed. അപ്പോൾ കൈ കൊണ്ടുള്ള അധ്വാനം, കൈ ചലിപ്പിച്ചുള്ള പ്രയത്നങ്ങൾ അപ്പർ പാർട്ടിൽ തലയിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതൊരു മൊഡാലിറ്റിയാണ്. കൈ കൊണ്ടുള്ള ചലനങ്ങൾ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിലും തലയടക്കം പ്രശ്നങ്ങളുടെ അഗ്രവേഷന് കാരണമാകുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കീനോട്ട് പണ്ട് കാലത്ത് ഉണ്ടായതായിട്ട് കൂടി കെൻറ്റ് പറയുന്നുണ്ട്. സോ ദാറ്റ് വൺ ഓഫ് ദ ഓൾഡ് കീനോട്ട്സ് ഇൻ ദ ടൈം ഓഫ് ഹെറിങ്ങിൻ്റെ കാലത്തുള്ളൊരു കീനോട്ട് ഇതായിരുന്നു: കംപ്ലയിൻസ് ഫ്രം അയേണിങ്. ഇസ്തിരി ഇടുന്നതുകൊണ്ട്, ഇസ്തിരി ഇടുമ്പോൾ കൈയും ചലിക്കും, ശരീരത്തിൻ്റെ മേൽഭാഗവും ചലിക്കും, പിന്നെ ആ പരിസരത്തൊരു ചൂടും ഉണ്ടാവും. ചൂടുള്ള പരിസരത്ത് നിന്നായിരിക്കുമല്ലോ മിക്കവാറും ഇസ്തിരി ഇടുന്ന നടത്തുന്നത്. അപ്പോൾ അതെല്ലാം ബ്രയോണിക്ക് ചേരാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊരു കീനോട്ടായിട്ട് പണ്ട് വെച്ചിരുന്നു. സ്പ്ലിറ്റിംഗ് വയലൻറ്റ് കൺജസ്റ്റീവ് ഹെഡ് ഏക്സ് ആസ് ഇഫ് എവറിത്തിങ് വുഡ് ബേഴ്സ്റ്റ് ഔട്ട് ഇൻ ദ ഫോർഹെഡ്. നെറ്റിയുടെ ഉള്ളിലുള്ള എല്ലാം പൊട്ടി പുറത്തു വരുന്നു തോന്നുന്ന തരത്തിലുള്ള ഒരു വിങ്ങുന്ന തരത്തിലുള്ള തലവേദന. പ്രഷർ പെയിൻ ഇൻ ദ ഫോർഹെഡ്, ഫുൾനെസ് ആൻഡ് ഹെവിനെസ് ഇൻ ദ ഫോർഹെഡ് ആസ് ഇഫ് ദ ബ്രെയിൻ വെർ പ്രസ്ഡ് ഔട്ട്. തലച്ചോറിനെ ഇങ്ങനെ ഞെക്കി പുറത്തു തോന്നുന്ന പോലെ തരത്തിലുള്ള തലവേദന നെറ്റിയുടെ ഭാഗത്ത്. This fullness or congestion of the head is accompanied by what was described as sluggishness of the mind. So, ഈ ഒരു കഞ്ചഷൻ, തലയുടെ കഞ്ചഷനോട് ചേർന്നുകൊണ്ട് മനസ്സിൻ്റെ ഒരു മന്ദിച്ച അവസ്ഥ, മനസ്സ് മന്ദീഭവിച്ചു പോയൊരവസ്ഥ അതിനോട് ചേർന്ന് വരും. ആൻഡ് ഇറ്റ് വിൽ ഓഫൺ ബി നോട്ടീസ് ദാറ്റ് കോൺഫിഡൻസ് ഈസ് സംവാട്ട് ബിസോർട്ടഡ്. ബിസോർട്ടഡ് എന്ന് വെച്ചാൽ ചിന്തയുടെ ഭാരം കൊണ്ട്, മുഖമാകെ ചിന്താഭാരം കൊണ്ട് ഇരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ ഡോക്ടർക്ക് കണ്ടാതെ തോന്നും. ഈ രോഗി ഈ സ്ലഗ്ഗിഷ്നെസ്സും ആ ഒരു ചിന്താഭാരമുള്ളൊരു മുഖം ഡോക്ടർക്ക് കാണാൻ പറ്റും. ദ പേഷ്യൻ്റ് ലുക്സ് ആസ് ഇഫ് ഹി വർ ആൻഡ് ഇംബസൈൽ. ഒരു ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളാണെന്ന് തോന്നുന്ന തരത്തിൽ, അങ്ങനെ തരത്തിൽ പോലും തോന്നും. ദ ഫേസ് ഇസ് മോട്ടിൽഡ് ആൻഡ് പേർപ്പിൾ വിത്ത് കഞ്ചഷൻ ഇൻ എ മാർക്ഡ് ബ്രയോണിയ സ്റ്റേറ്റ്. ബ്രയോണിയ കണ്ടീഷനിൽ കഞ്ചഷൻ ഇങ്ങനെ വളരെ ശ്രദ്ധേയൊരവസ്ഥയിൽ മുഖമൊക്കെ ഇങ്ങനെ ഒരു പർപ്പിൾ കളറായി മോട്ടിൽഡായിട്ട് കുത്തുകുത്തുള്ള ഒക്കെ ഈ നല്ല വെളുത്ത തൊലിയുള്ള വെസ്റ്റേൺ ഫെയർ ഇതുള്ള കോംപ്ലക്ഷനുള്ളവരിലാണ് കൂടുതൽ കാണുന്നത്. എങ്കിലും ചെറിയ തോതിൽ അത് കണ്ടെന്നിരിക്കും. അപ്പോൾ ബ്രയോണിയുടെ ഹെഡ് സിംറ്റംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മറ്റ് ശരീരഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങളുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ബ്രയോണിയെക്കുറിച്ച് ഇതേപോലെ ഒരുപാട് കൂടുതൽ വിവരങ്ങളുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുകളെ കുറിച്ച് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.